ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച്? അത് വേണ്ട, ഞാൻ പറയാം. കല്യാണ ആവശ്യത്തിന് ഒരു ചിട്ടി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയില്ല. എന്റെ പരിചയത്തിൽ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു, അത് പൂട്ടിക്കിടക്കുക. ശേഖരൻകുട്ടിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ആധാരം പണയം വെക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കി തരണം. വേറൊരു നിർവാഹവും ഇല്ലാഞ്ഞിട്ടാ. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് വിഷമമുണ്ട് എന്നെ ഒരു അന്യനായി കാണുന്നതിൽ. അമ്മയെ ഞാൻ എന്റെ സ്വന്തം അമ്മയെ പോലെയാ സ്നേഹിക്കുന്നത്. എന്നോടെന്ന പോലെ പെരുമാറിക്കൂടെ? എന്റെ സഹോദരിയുടെ കല്യാണത്തിന് കിടപ്പാടം പണയം വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്ക് തന്നൂടെ? ഹലോ, ശേഖരേട്ടനുണ്ടോ? ഇല്ല, പുറത്തു പോയി. മാഡത്തിന്റെ അമ്മ വന്നിരുന്നു, അവരോടൊപ്പാ പോയത്. ഇപ്പൊ ശേഖരൻകുട്ടിക്ക് പ്രഭയോട് ഉള്ളതിനേക്കാൾ സ്നേഹം വീട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിണക്കത്തിലാണല്ലേ? ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നിയപ്പം വരാൻ പറ്റിയില്ല. ഒന്ന് ക്ഷമിക്കെന്റെ ശ്രീമതി, എനിക്കൊരല്പം തിരക്കായി പോയി. എന്റെ വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ ഈ തിരക്കില്ലായിരുന്നല്ലോ. അത് ശരി, അമ്മയും ഭാർഗവേട്ടനും ഓഫീസിൽ വന്ന് അറിഞ്ഞല്ലേ? ഒളിച്ചു വെക്കാനായിരുന്നു ഉദ്ദേശം അല്ലേ? ചാടിക്കടിക്കാതെ ഞാൻ പറയുന്നു. നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിനാണ് ഞാൻ പോയത്. നിന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ട സർവ്വ ചെലവും ഞാൻ വഹിച്ചോളാമെന്ന് നിന്റെ വീട്ടുകാർക്ക് വാക്കുകൊടുത്തു. അവിടുത്തെ ഒരു അംഗം എന്ന നിലയ്ക്ക് ഇപ്പോഴെങ്കിലും എന്നെ അറിയിച്ചതിൽ സന്തോഷമുണ്ട്. നീ എന്തായി പറയുന്നത്? ഞാനത് നേരത്തെ അറിഞ്ഞു, മറ്റുള്ളവർ പറഞ്ഞു. അതിന് ഇപ്പൊ തീരുമാനിച്ചതല്ലേ ഉള്ളൂ. എന്റെ വീട്ടുകാരെ സഹായിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ എന്നോട് കൂടി ഒന്ന് ആലോചിക്കായിരുന്നു. ഇപ്പൊ എല്ലാവരുടെയും മട്ടും മാതിരിയും പെരുമാറ്റമൊക്കെ കണ്ടാ തോന്നും ഞാൻ വന്നു കയറിയ പെണ്ണും ശേഖരേട്ടൻ ആ കുടുംബത്തിലെയാണെന്ന്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ സഹായിച്ചത് നിന്റെ വീട്ടുകാരെ. ശേഖരേട്ടൻ എന്റെ ഭർത്താവ്. എന്റെ സൗന്ദര്യവും എന്റെ സ്മാർട്ട്നെസ്സും എന്റെ വിദ്യാഭ്യാസവും കണ്ട് എന്നെ കല്യാണം കഴിച്ച എന്റെ മാത്രം ശേഖരേട്ടൻ. നീ എപ്പോഴും പറയാറുള്ള നിന്റെ സൗന്ദര്യവും നിന്റെ സ്മാർട്ട്നെസ്സും നിന്റെ വിദ്യാഭ്യാസവും നിനക്കുള്ള പ്ലസ് പോയിന്റുകളായിരുന്നു, സമ്മതിച്ചു. പക്ഷെ നിന്നെ കെട്ടി വിളിക്കാൻ കൊതിച്ച എന്നെ പഠിപ്പിച്ച ആ ടീച്ചറുടെ മോളായതുകൊണ്ടാ. ആ ടീച്ചറുടെ സ്വഭാവ മഹിമ നിന്നിലുണ്ടെന്ന് കരുതിയിട്ടാ. ആ ധാരണ നീ തെറ്റിക്കരുത്. എന്തിനാ മോളെ ഈ പിടിവാശി? ഞാനിതെല്ലാം ചെയ്തത് നിനക്കൂടി സന്തോഷമാവുമെന്ന് കരുതിയിട്ടല്ലേ? ദേ, ഇനി നിന്നോട് ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല. പോലെ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ. ചെല്ലടി. ഈ പെട്ടിയുടെ കൊണ്ടുപോയി. എന്റെ ദൈവമേ. ദേവനെ, തിങ്കളാഴ്ചയാണ് വസ്ത്രങ്ങളും ആഭരണങ്ങളും എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരി, അപ്പൊ അതും തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? തനിത്തനങ്ങ് പോയി എടുത്താ മതി. നന്നായിരിക്കുന്നു അല്ലേ? എനിക്കിഷ്ടപ്പെട്ട കളറിങ്ങിന് ഒത്തു കിട്ടൂന്ന് ഞാൻ വിചാരിച്ചേയില്ല. അമ്മയുടെ സെലക്ഷൻ കൊള്ളാം. അല്ല, നിന്റെ ഒരു തലയിലെടുത്തേ എല്ലാ സമയത്തിന് മുന്നിലെത്തി. എന്റെ കല്യാണത്തിന് ഇങ്ങനെ സഹായിക്കാൻ ഒരാളും ഇല്ലായിരുന്നു. ശേഖരേട്ടന്റെ മനസ്സതി ആർക്കാ ഉള്ളത്? മനസ്സുണ്ടായാലും കാശില്ലേ, തീർന്നില്ലേ? എനിക്ക് ആ പെണ്ണിന്റെ സ്വഭാവം അത്ര പിടിക്കില്ല കേട്ടോ. അതെന്താ? നമുക്കിട്ട് വെക്കണത് നീ ശ്രദ്ധിച്ചോ? ആഹാ, വെച്ചതാ. വേണ്ട, മൗനം വിദ്വാനുഭൂഷണം. നിനക്കും പോയിക്കോ. ഭാർഗവട്ടം ഇങ്ങോട്ടാ. ഒരു കൊട വാങ്ങിക്കാൻ പോവാ. ഈ അർദ്ധരാത്രിക്കോ? അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കുന്നു നീ കേട്ടിട്ടില്ലേ? ഒരു കൊടയുടെ ആവശ്യം ഇപ്പൊ നിന്റെ ഭാര്യക്കുണ്ട്. ഒന്നുകിൽ നീ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം. ഈ ഭാർഗവേട്ടന്റെ ഒരു തമാശ. തമാശയല്ല, കാര്യ. ശേഖരൻകുട്ടി, ഇത് നിനക്കാ ജുബ്ബയുമുണ്ട്. അയ്യേ, ഇതുപോലത്തെ ഫംഗ്ഷന് ചേട്ടൻ ഇതൊന്നും ഇടൂല. ചൂട്ടാ ധരിക്കാറ്. ചൂട്ടോ? അതൊക്കെ വലിയ പണക്കാരിടുന്ന പാന്റും കോട്ടുവാ. ഓ, അതാണോ? ഇത് നിനക്കാ സാരിയാ. ഇതിനെന്ത് വില കൊടുത്തു? 500 രൂപയാ. എനിക്കും അതേ വിലയുടെ അമ്മ മേടിച്ചു തന്നത്. ഇതും കൂടി ചേച്ചി എടുത്തോ. എന്നെയൊക്കെ കല്യാണത്തിന് ഒത്തിരി പേര് ശ്രദ്ധിക്കില്ലേ, അപ്പൊ നാണക്കേടാ. നിനക്കും വേണ്ട ജുബ്ബയുമുണ്ടും പാന്റും ഫുൾ സ്ലീവ് ഷർട്ടും കഴുത്തേൽ ഒരു കുരുക്കും കെട്ടി
ബേസ് കോട്ടും അതിന്റെ മേലൊരു കോട്ടും ഒക്കെ ഇട്ട് വടി പോലെ നിന്നാൽ അതിനൊരു ജെന്റൽ ലുക്കാ. പക്ഷേ അതിനൊരു മലയാള തനിമയില്ല. അമ്മ ആ മുണ്ട് ജുബ ഇങ്ങോട്ട് തന്നേ, ആ സാരി ഇങ്ങ് തന്നേ. ഇതവൾ ഉടുക്കും. ഇത് ഉടുത്തോണ്ടേ അവൾ കല്യാണത്തിന് വരും. ഇല്ലെങ്കിൽ ഞാൻ എവിടെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അമ്മേ? അല്ല, ഒരുങ്ങി കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഈ സാരിയും ബ്ലൗസും ഒക്കെ? ജുവൽസ് ഓക്കെ, പക്ഷെ സാരി പോരാ അല്ലേ? ഒരു പ്രാവശ്യം പോലും ഉടുക്കാത്ത ഒറ്റ സാരിയും എനിക്കില്ല. അത് ഒരു ദിവസം തന്നെ നീ 2-3 സാരി മാറ്റി ഉടുക്കുന്നുണ്ടല്ലേ? വിഷമിക്കണ്ട, നിനക്കുടുക്കാൻ ഒരു പുത്തൻ സാരി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനെന്താ വില? 8,000. 9,000-ന് 1 രൂപയുടെ കുറവേ ഉള്ളൂ. എന്നാലും കണ്ടാൽ അത്രയും തോന്നൂല. വിലയുള്ള പല വസ്തുക്കൾക്കും നമ്മുടെ കണ്ണിൽ വില തോന്നൂലല്ലോ. കറക്റ്റ്. ആ പിന്നെ സാരെന്താ റെഡിയാകാത്തെ? കോട്ട് സൂട്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെല്ല്. ഫോറിൻ മെയ്ഡാ. 10,000 റുപ്പീസാ. കണ്ടാൽ അത്രയും തോന്നൂ? ഞാൻ വിചാരിച്ചത് അതിലും കൂടുതലാണെന്നാ. എടി നീ ഇടില്ലെന്ന് പറഞ്ഞിട്ട് കൊടുത്തോ? അമ്മ വാങ്ങി തന്നതാ. രണ്ടും ഒരേ സ്റ്റഫാ, കളർ മാത്രം ഇച്ചിരി വ്യത്യാസമുള്ളൂ. 500 രൂപയാ. പക്ഷേ കണ്ട 10,000 രൂപ തോന്നിക്കൂലേ? ചേരടാ, സത്യം പറ, ഇതാര് വാങ്ങിയതാ? ഇതിനെന്താ വില? ഇത് അമ്മ തന്നെ. അമ്മ തന്ന സമ്മാനത്തിന് വില മതിക്കാനാവില്ല. കലക്കി. ചേച്ചിക്ക് ഒരല്പം ജാട ഉണ്ടായിരുന്നു, അത് തീർന്നു. ഭർത്താവായ ഇങ്ങനെ വേണം. ശേഖരേട്ടൻ ഒരു സ്റ്റൈലൻ ഹസ്ബൻഡ് തന്നെ. ഭാർഗവ, എടാ ഭാർഗവ, എന്താ അമ്മേ? നിനക്ക് എന്താ അത്ര തിരക്ക്? കല്യാണം നിന്റെ തലയിൽ വെച്ചാ നടത്തണേ? അല്ല, എന്റെ തോളത്ത് വെച്ചാ നടക്കണേ. മിറാണ്ടില്ലോ? മിറാണ്ട തരാം, ഒന്നും മിണ്ടാതിരിക്കോ? എന്നൊരു പെപ്സി താടാ. ഷുഗർ ഉള്ളതല്ലേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാ പോരെ? പച്ചവെള്ളം കുടിക്കണോ ചൂടുവെള്ളം കുടിക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോ. നിന്റെ മുതലൊന്നല്ലല്ലോ. താടാ ഒരെണ്ണം എന്നെടുത്തോ. കല്യാണം കലക്കല്ലേ അമ്മേ. എല്ലാവരും തിരക്കായിട്ട് പറയണം. കാരണവരെ, ഗോപി വലിയ കാരണവരെ. പിന്നെ ഈ വിളി എനിക്ക് അത്ര സഹിക്കുന്നില്ല കേട്ടോ. അതെ, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചെറുപ്പക്കാരാന്ന് വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. സിഗരറ്റ് ഉണ്ടോ ഇതില്? സിഗരറ്റോ? ആ, എനിക്ക് വലിക്കാനല്ല, ഉണ്ടെങ്കിൽ കുറച്ചവിടെ പൊട്ടിച്ചിടും. നാട്ടുകാര് വലിച്ച് രസിച്ച് കല്യാണം കൂടട്ടോ. അല്ല, മൂത്ത ആങ്ങളെന്തേ പെണ്ണിനെ കൈ പിടിച്ചു കൊടുക്കാൻ? ശേഖര, എന്റെ മോന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ കൈ പിടിച്ചേൽപ്പിക്കും. അയ്യോ അമ്മേ, ഞാൻ ഭാർഗവേട്ട മായയുടെ കൈ പിടിച്ചു കൊടുക്ക്. ഞാനോ? അതെ. വണ്ടി ഇവിടെ നിർത്താൻ. നിനക്ക് തെറിയാക്കണത് ഇഷ്ട? ഞാൻ തെറി പറയാൻ പോവാ. എന്നോട് എന്തിനാ? നിന്നോടല്ല, ഇവിടെ ഒരു തെണ്ടി താമസിക്കുന്ന എന്റെ അളിയൻ പ്രേമേന്ദ്രൻ. ആ പ്രേമേന്ദ്ര,
ആ ചുരിദാറിട്ട തള്ള ഏത് മുറിയിലാണാവോ? ഒരു ഉണ്ടങ്കല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ എറിയായിരുന്നു. ലൈറ്റ് വരുന്നുണ്ട്. ഇറങ്ങി. അപ്പൊ നീ ചത്തിട്ടില്ല അല്ലേ? അളിയ എന്താ അളിയ ഈ അർദ്ധരാത്രിയില്? നിന്നോട് 2 വാക്ക് സംസാരിക്കാൻ വന്നതാ. അച്ചി വീട്ടുകാരുടെ വാക്കും കേട്ട് നീ വന്നില്ലെങ്കിലും നിന്റെ പെങ്ങളുടെ കല്യാണം ഞങ്ങൾ ഗംഭീരായിട്ട് നടത്തിയടാ. കല്യാണത്തിന് വന്നവരൊക്കെ ചോദിച്ചു പെണ്ണിന്റെ മൂത്ത ആങ്ങൾ എന്തിയെന്ന്. ഞാൻ പറഞ്ഞു ചത്തുപോയിന്ന്. അങ്ങനെ പറയുന്നോണ്ട് നിനക്ക് വല്ല വിഷമണ്ടാ? പെണ്ണിന്റെ വാക്ക് കേട്ട് നടക്കണം നിനക്കൊക്കെ ചത്തൂടാ തെണ്ടി. ആരാത്? നിന്റെ അച്ഛൻ കൂടിയിരുന്നു. അച്ഛയെ മാത്രല്ല നിനക്ക് അച്ചിയുടെ അമ്മയും പേടിയല്ലേ? പക്ഷെ എനിക്ക് പേടിയില്ല. ആ സൊസൈറ്റി മാക്കാച്ച എനിക്ക് പുല്ലാടാ പുല്ല്. രാത്രി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മരുമകനെ തെറി പറയാൻ നീ ആരാടാ? ഞാനാ ഭാർഗവൻ. ഇവൻ കേക്കുണ്ടെങ്കിൽ കേറി കൊടുത്തള്ളേ. ശംഖു, ഓ ഇയാളെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടയ്ക്കാൻ. ശംഖു കൂടെ വന്നേ. ഇവിടുത്തെ ഗേറ്റ് അടയ്ക്കാനും തുറക്കാനും തനിക്കിവിടെ വാച്ച്മാന്റെ ജോലിയാ. ഭാർഗവ നീ വീട്ടിൽ പോവാൻ നോക്ക്. നീ പോവാൻ നോക്കടാ അകത്തേക്ക്. എന്താ ഇത്? ഒരു അടി കൊടുത്ത് ഇയാളെ പിടിച്ച് ഗേറ്റ് പുറത്താക്ക്. ഇവൻ അടിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അടങ്ങി നിന്നാനെ. അതിനെങ്ങനെയാ അമ്മ മതിൽ ചാടിയ മോള് ഗോപുരം ചാടുന്നല്ലേ കണക്ക്? എടോ, എന്നെ തനിക്ക് ശരിക്കറിഞ്ഞൂടാ. നിന്റെ വർഗത്തെ കുറിച്ച് ഞാൻ പുരാണത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. മണ്ടോദരി, പൂതന, ശൂർപ്പണക, പോടി ഹിഡുംബി. പോടാ അവിടുന്ന്. പോയി കിടക്കടി അകത്ത്. ഇനി റിലീസാകാത്ത പുളിച്ച തെറികൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രേമേന്ദ്ര, നീ സൂക്ഷിച്ചോ. ഈ ഹിപ്പോപ്പൊട്ടാമസ് നിന്നെ വിഴുങ്ങും. അല്ലെങ്കിൽ എന്നതേ ഇങ്ങനെ എങ്ങനെ വിളിച്ചോ. എനിക്കിപ്പോ സമാധാനായി, നല്ല സമാധാനായി. മോനെ വിരോധമില്ല, മോൻ പോയി കിടന്നു. നിങ്ങൾ പോകുന്നുണ്ട് അകത്ത്. ഒരു ചുരിദാർ ശംഖുവിന് എടുത്തു കൊടുക്കണേ. അവന് ഉറങ്ങട്ടെ സുഖമായിട്ട്. ഞാൻ വിശാലം. നമ്മൾ തമ്മിൽ പരിചയമില്ല. ശാരദ ടീച്ചറിന്റെ മൂത്ത മകൻ പ്രേമേന്ദ്രൻ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്റെ മോളെയാ. മായയുടെ കല്യാണത്തിന് ഞങ്ങൾ ആരും പങ്കെടുത്തില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ട് എനിക്ക് ശീലമില്ല. എങ്കിലും ആ കുടുംബത്തിലേക്ക് വന്ന പുതിയ ബന്ധുക്കാരെ ഒന്ന് പരിചയപ്പെടണല്ലോ എന്ന് കരുതി വന്നതാ. ആ മായയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകുന്ന എനിക്കറിയാം. ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. എന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ വാങ്ങിച്ചു. രഘു അല്ലേ? ഇനി എന്നെ പറ്റി എല്ലാം മായ വിശദമായിട്ട് പറഞ്ഞുതരും. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ ടീച്ചറിന്റെ ഒരു ഭാഗ്യേ, ഒരു നല്ല കുടുംബത്തിൽ നിന്നൂടെ ഒരു ബന്ധം ഉണ്ടായി. എത്ര കിട്ടി? ഓ, ഞാനൊന്നും ചോദിച്ചില്ല. എല്ലാം രഘുവിന്റെ തീരുമാനമല്ലായിരുന്നു. കുറച്ച് സ്വർണ്ണം അവളുടെ കഴുത്തിൽ കിടക്കണ കണ്ടു. അറിഞ്ഞ് എന്തെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ആ വീട്ടുകാർക്കും ഇല്ല. എന്റെ നോട്ടത്തിൽ നിങ്ങളുടെ രഘുമോന് ഒരു 5 ലക്ഷവും 100 പവനും ഒരു മാരുതി കാറും കണ്ണടച്ചോണ്ട് ആര് വേണമെങ്കിലും കൊടുക്കും. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി തുറന്നു പറയുന്ന സ്വഭാവമുള്ളവളാ ഞാൻ. വിഷമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ രഘുവിന് വേണ്ടി അവന്റെ മുറപ്പെണ്ണിനെ ആലോചിച്ചതാ, സുലോചന. അവള് ഗൾഫിലാണെന്നുള്ളത് എന്റെ മോനൊരു അയോഗ്യത. അവളാണെങ്കിലോ അവിടെ പൂത്ത പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കാശ് ഇനിയും കിട്ടുമല്ലോ നിങ്ങൾ വിചാരിച്ചാൽ. എങ്ങനെ? മായയുടെ ചേച്ചി പ്രഭാവതിയുടെ ഭർത്താവേ വലിയ കോടീശ്വരനെന്നാ പറയുന്നത്. അയാളല്ലേ ഈ പെങ്കൊച്ചിന്റെ കല്യാണം മുഴുവൻ നടത്തി കൊടുത്തത്. ശേഖരൻകുട്ടിക്കാണെങ്കിൽ മായ എന്ന് വെച്ചാ ജീവനാ. അവള് എത്ര ലക്ഷം ചോദിച്ചാലും അവൻ കൊടുക്കും. കുറച്ച് കാശ് കിട്ടിയ പെണ്ണ് ഗർഭിണിയായ പിന്നെ ഒന്നും നടക്കുന്നു വിചാരിക്കണ്ട. നിങ്ങൾ ബുദ്ധിപൂർവം കരുക്കൽ നീക്കിയാൽ നല്ല തുക മേടിക്കും. ആദ്യം തന്ത്രത്തിൽ കിട്ടിയില്ലെങ്കിൽ അറിയാലോ. അതൊക്കെ ഒരു അമ്മായിയമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരണോ? എന്നാ നീ ഇനി ജോലിക്ക് ജോയിൻ ചെയ്യുന്നത്? നാളെ കഴിഞ്ഞ് പോണം. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായില്ല. അതിനു മുമ്പേ പോയാ ഇവൾ എത്രമാത്രം ദുഃഖിക്കും. എന്ന് കരുതി പോവാതിരിക്കാൻ പറ്റുമോ? ഇനി അവിടെ ചെന്നൊരു ക്വാർട്ടേഴ്സ് തരപ്പെട്ട് കിട്ടിയാൽ ഇവളെയും കൊണ്ടുപോകണം. ഓ, അത് ശരി. പിന്നെ ഞങ്ങൾക്ക് ആരാ ഒരു കൂട്ടുള്ളത്? എനിക്കും കൂടി ഒരു സഹായത്തിനാ നിന്നെ കൊണ്ട് ഉടനെ പെണ്ണ് കെട്ടിച്ചത്. ഞാൻ പറഞ്ഞത് മോനെന്ന് കേക്ക്. ഈ ജോലി വേണ്ടെന്ന് വെക്കേ. നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങ്. വീട്ടിൽ നിന്ന് ദിവസവും പോയി വരാവുന്ന രീതിയിൽ. അമ്മ എന്തായി പറയുന്നത്? വേണ്ടേ? ആ, ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോലെ 3-4 ലക്ഷം രൂപ വേണ്ടേ? ഓ, അതിനൊക്കെ വഴിയുണ്ട്. മായ വിചാരിച്ചാൽ നീ ശേഖരൻകുട്ടിയുടെ കാര്യം പറഞ്ഞ അവ സഹായിക്കാതിരിക്കില്ല. നിന്റെ ഭർത്താവിനോടത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ എങ്ങനെ പറയാ? നീ അമ്മയുടെ പിറന്നാളിന് പോണെന്ന് പറഞ്ഞില്ലേ? നാളെ എല്ലാവരും അവിടെ വരും.
അവസരം നോക്കി സംഗതി അവതരിപ്പിച്ച കാര്യം നടക്കും. ഗുഡ് മോർണിംഗ് പ്രേമേന്ദ്ര. രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് എന്താ നിന്റെ കയ്യില്? ഹായ്, സെറ്റുമുണ്ടും കൊള്ളാലോ, നന്നായിരിക്കുന്നു. മോളെ, നീ ഇത് കണ്ടോ? അമ്മയുടെ പിറന്നാളിന് വാങ്ങിയതാ. അത് ശരി, ഇന്നാണ് എന്റെ പിറന്നാള്. ഓ, ഞാൻ ഇതൊന്നും ഓർക്കറിയില്ല കേട്ടോ. അതല്ല, എന്റെ അമ്മയുടെ പിറന്നാളിനാ. അപ്പൊ ഞാൻ നിന്റെ അമ്മയല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയുടെ എല്ലാ പിറന്നാളിനും ഞാനുണ്ടായിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയ്ക്ക് പിറന്നാളുണ്ടായിരുന്നില്ലേ? ഓരോരോ ദുശീലങ്ങളെ. പെങ്ങളുടെ കല്യാണത്തിനേ പോയില്ല. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ കയറി ചെന്നാലേ നിന്റെ ഭാര്യയ്ക്കാ കുറച്ചില്. ആണായാലേ കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് തോറ്റൊന്നും കൊടുക്കരുത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് നല്ലതിനെ അമ്മ പറയൂ. പ്രേമേന്ദ്ര പോവണ്ട. കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ എടുത്തോളാം. ഇവിടെ അനക്കവും കാണുന്നില്ലല്ലോ. ഇവളെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അമ്മയുടെ പിറന്നാൾ കേമമാണ്, വലിയ ആഘോഷമാണ്, പാട്ടാണ്, കൂത്താണ്. ഇതൊക്കെ തന്നെ ഇവൾ എന്നോടും പറഞ്ഞത്. മക്കളെല്ലാരും കൂടി എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമായിരുന്നു. പ്രേമൻ എവിടെ? അവന്റെ മുഖമല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവൻ എന്നെ മറന്നില്ലേ? ഇല്ല, മറന്നിട്ടില്ല. മറന്നത് ഞാനാ. വരുന്ന വഴിക്ക് ഞാൻ പ്രേമേന്ദ്രനെ കണ്ടിരുന്നു. എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തരാനായി ഒരു പിറന്നാൾ സമ്മാനം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ ഇത് നമ്മൾ കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? പ്രേമേന്ദ്രനെ ഏൽപ്പിച്ചതല്ലേ? അതെ. സെറ്റും മുണ്ടും എല്ലാ വർഷവും അവൻ ഇതാ തരാറ്. ഞാനിപ്പോ എന്ത് സമ്മാനം അമ്മയ്ക്ക് തരിക? ഒന്നും കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ? ഈ അമ്മയുടെ പിറന്നാൾ ഓർത്തല്ലോ, അത് മതി. ഏതായാലും മക്കളോടും മരുമക്കളോടും ഒന്നിച്ച് പിറന്നാളും കൊണ്ടാടി ഒരു 100 ആയുസ്സ് അമ്മ ജീവിച്ചിരിക്കട്ടെ. എന്താ എല്ലാരും നോക്കി വയ്ക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉഗ്രൻ സദ്യ ഒരുക്കണം. ആ പെണ്ണുങ്ങളെല്ലാം അടുക്കള. നീ എന്താ നോക്കിക്കുന്നത്? നീ പെണ്ണല്ലേ? ചെല്ലടി വന്നേ. അതെ, മറ്റേ കാര്യം ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കാ? എനിക്ക് വിഷമോ. അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ചോദിക്കണ്ട.